ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഈ പരിപാടിയിലെ പ്രിയപ്പെട്ട അധ്യക്ഷൻ മദനി ഉസ്താദ്, റൈസി ഉസ്താദ്, ഹാമിദ് സഖാഫി അടക്കമുള്ള വേദിയിലെ ഇഷ്ടാദികളെ, സുഹൃത്തുക്കളെ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ, നമുക്കറിയാം ഇപ്പോൾ ഈ കാലത്തിൽ എല്ലാ സ്ഥാപനങ്ങളിലും ഇതേപോലെയുള്ള ഫെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് തന്നെ ഓമശ്ശേരിയിലും അതുപോലെ മടവൂർ CM സെൻറ്ററിൻ്റെയൊക്കെ ആഭിമുഖ്യത്തിലുള്ള ദഅ്വാ കോളേജിലെ പരിപാടികളിൽ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങൾക്കൊപ്പം സമാന്തര വിദ്യാലയങ്ങളിലൊക്കെ ഇതേപോലെയുള്ള കുട്ടികളുടെ അഭിരുചി അറിയുന്ന സർഗാത്മക സൃഷ്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനകാലം അത് എല്ലാം തികഞ്ഞ ഒന്നായി മാറണമെന്നുള്ള ഒരു വലിയ ദൃഢനിശ്ചയം ഇതിൻ്റെ പിന്നിലൊക്കെയുണ്ട്. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക്, പഠിച്ച ആളുകൾക്ക്, അല്ലെങ്കിൽ മദ്രസയിലൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് ആ കലാലയത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠന പരിപാടികൾക്കൊപ്പം ചിലപ്പോൾ അതിലേറെ ഓർമ്മയിൽ നിൽക്കുക അവിടെ നടക്കുന്ന ഇതേപോലെയുള്ള പരിപാടികളിൽ ഒരു പാട്ട് പാടിയതോ ഒരു പ്രസംഗം നടത്തിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയിൽ മികവ് തെളിയിച്ചതൊക്കെയാണ്. എൻ്റെ വ്യക്തിപരമായ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഈ മൈക്കിൻ്റെ മുമ്പിൽ കുട്ടികളുടെ പരിപാടിയുടെ ഏത് സദസ്സിൽ പോകുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മയിൽ വരിക, ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് ആദ്യമായിട്ട് മൈക്കിന് മുമ്പിൽ എന്നാണ് വന്നത് എന്നാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു നബിദിന പരിപാടിക്ക് 1ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ആദ്യമായിട്ട് ഒരു പാട്ടുമായി എന്നെ ഉസ്താദ് പരിശീലിപ്പിച്ചത്. വലിയ ടെൻഷനാണ് ഈ മൈക്കിൻ്റെ മുമ്പിലേക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ. ആ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് നിൽക്കുന്നവർക്ക് ഇതറിയാം, ഏറെ ടെൻഷനുണ്ട്. ഈ പരിപാടി മുഴുപ്പിക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തെ ഒരു ടെൻഷൻ, ഉസ്താദുമാരൊക്കെയാണ് നമ്മളെ ഇതിന് ചുമതലപ്പെടുത്തുമ്പോൾ എങ്ങാനും തെറ്റിപ്പോയാൽ അവരോട് വഴക്ക് കിട്ടുമോ തല്ല് കിട്ടുമോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. ഒരു 3-4 വരി പാട്ട് പാടി എനിക്ക് പേടിയായി. ഞാൻ ആ വേദി ഒഴിഞ്ഞു. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഇപ്പോഴും മദ്രസയിൽ അതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫർളാണ് എന്നിട്ടൊരു പാട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോ മൈക്ക് കാണുമ്പോഴോ മൈക്കിന് മുമ്പിൽ നിൽക്കുമ്പോഴോ ഈ രംഗം എനിക്ക് ഓർമ്മയിൽ വരാറില്ല. അപ്പൊ അതോടുകൂടി ഈ രംഗം വിടുകയെന്നല്ലേ ചെയ്തത്. പിന്നെ ഞാൻ പാട്ടൊക്കെ പാടി പ്രസംഗമൊക്കെ നടത്തി. നബിദിനത്തിനൊക്കെ വ്യത്യസ്തമായ ഞാൻ ഉറുദു പ്രസംഗമൊക്കെ നടത്തി എനിക്ക് ഓർമ്മയുണ്ട്. അത് വളരെ വൈവിധ്യമാർന്ന പരിപാടികൾ. എന്നെ പഠിപ്പിച്ചൊരു ഉസ്താദ്, അദ്ദേഹം ഷിമോഗയിൽ കുറച്ചു കാലം അധ്യാപകനായി ജോലി ചെയ്ത ആളാണ്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഉറുദു പ്രസംഗം, കന്നഡ പ്രസംഗം, തമിഴ് പ്രസംഗം, അതിൻ്റെ പരിഭാഷ, ചിത്രീകരണം ഇതൊക്കെ നടത്തിയത് നബിദിന കാലത്ത് സംഭാഷണം എന്നാണെന്ന് പറയാം നടത്തിയ ഓർമ്മയുണ്ട്. ആ വഴിയിലൊക്കെയാണ് നമ്മളൊക്കെ സഞ്ചരിച്ച് ഇങ്ങനെ മൈക്കിന് മുമ്പിൽ നിന്ന് ശീലമായത്. അതുകൊണ്ട് ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളാണ്. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ആരും മാറി നിൽക്കാതെ സജീവമായി ഇതിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ പരിപാടി ഇത്രയും സംവിധാനങ്ങളൊക്കെ ചെയ്ത് ഇവിടെ സംഘടിപ്പിച്ചത്. ഒരു ദഅ്വാ കോളേജ് നടത്തുമ്പോൾ ഇത് നടത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല, നിങ്ങൾക്കൊരവസരവും ഇല്ലാതായിക്കൂടാ എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ സജീവമായി ഇതിലൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ ഇസ്ലാമിക സമൂഹം, മാപ്പിളമാർ എന്ന് പറയുന്ന നമ്മൾ എത്രയെത്ര സ്ഥാപനങ്ങളാണ് ഇത് നടത്തുന്നത് എന്ന് എണ്ണിയാൽ ഒടുങ്ങാത്ത എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ എണ്ണാൻ പറ്റാത്ത വിധത്തിലുള്ള അത്രയും ആധിക്യമുള്ള സ്ഥാപനങ്ങൾ, മതസംഘടനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഞാൻ പത്രത്തെ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ പഠിച്ച കാലത്ത്
കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഫറൂഖ് കോളേജ്, ഗുരുവായൂരപ്പൻ കോളേജ്, ക്രിസ്ത്യൻ കോളേജ്, വടകര മടപ്പള്ളി കോളേജ്, കോടഞ്ചേരി കോളേജ്, ചേളന്നൂർ കോളേജ്, മുക്കം MA കോളേജ്, കൊയിലാണ്ടി കോളേജ്, ഇത്രയൊക്കെ ഒരു 6-7 കോളേജ് നമ്മുടെ ജില്ലയിലുണ്ട്. അന്നൊക്കെ മുസ്ലിം കുട്ടികളൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ 5-6 ആണ്. ഫറൂഖ് കോളേജോ, മണ്ണാർക്കാട് MES കോളേജോ, തിരൂരങ്ങാടി PSMO കോളേജ്, മമ്പാട് MES കോളേജ്, തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ്, 5-6. അവിടെയൊക്കെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാൻ സാധിക്കും. ഈ ഡെയിലി പോയി വരുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പഠിച്ചത് അന്ന് തിരൂരങ്ങാടി കോളേജിലാണ്. എനിക്ക് ഓർമ്മയുണ്ട്, പ്രീ ഡിഗ്രിക്ക്. ഇന്ന് ഞാൻ താമസിക്കുന്ന എൻ്റെ പഞ്ചായത്തിൽ, കിഴക്കോത്ത് എന്ന് പറയുന്ന ഒരു ഉൾഗ്രാമമായ പഞ്ചായത്തിൽ 2 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട്. ദഅ്വാ കോളേജുകളും ഹിഫ്ളുൽ ഖുർആൻ കോളേജുകളൊക്കെ 6-7 ഉണ്ട്. അവിടെ 2 കോളേജ്, ഒരു സ്വാശ്രയ കോളേജും കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ ഗവൺമെന്റ് കോളേജ് എൻ്റെ പഞ്ചായത്തിലാണ്. ഓരോ പഞ്ചായത്തിലും എത്രയെത്ര കോളേജുകൾ. മതരംഗത്താണെങ്കിൽ എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ഭാഗ്യം, ഹാമിദ് സഖാഫി ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ ഞാൻ പല സ്ഥാപനങ്ങളിലും പോയിട്ടുണ്ട്. നമ്മുടെ പൊതുപ്രവർത്തനങ്ങളുടെ ഒരു ഗുണം ഇതൊക്കെ കാണാൻ സാധിക്കുന്നു. ഓരോ ജില്ലയിലും ഓരോ സ്ഥലത്തും വിദ്യാഭ്യാസ രംഗത്ത് 90-കൾക്ക് ശേഷമുണ്ടായ ഈ മാറ്റത്തെ ഒരു തരത്തിലുള്ള ഗവേഷണമായ പഠനത്തിന് വിധേയമാക്കേണ്ട കാര്യമാണ് ഞാൻ വിചാരിക്കുകയാണ്. അത്രക്ക് സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. ഇതൊക്കെ കേരളത്തിലെ മുസ്ലിം വിജ്ഞാനത്തിന്റെ വലിയ പുരോഗതിയെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് സവിശേഷമായ ഒരു സമൂഹമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതാനുഭവമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് അവർ കലയെയും സാഹിത്യത്തെയൊക്കെ നെഞ്ചിൽ കൊണ്ട് നടന്ന ആളുകളാണ്. മനുഷ്യന്റെ മനസ്സിന്റെ സൗന്ദര്യത്തെയാണ് ഈ കല എന്ന് പറയുന്നത്. നമുക്ക് പ്രസംഗിക്കാം, ആകർഷകമായി പ്രസംഗിക്കുന്ന ഒരു കലയാണ്. നമുക്ക് പാടാം, ആകർഷകമായി പാടുന്നത് ഒരു കലയാണ്. പാട്ടിങ്ങനെ പറഞ്ഞാലും മതിയല്ലോ, പക്ഷെ അത് പാടുമ്പോൾ അതിനൊരു സൗന്ദര്യവും. അപ്പോ ചിത്രം വരയായിരുന്നാലും കഥയായിരുന്നാലും ഒരു ചെറിയ കാര്യത്തെയൊക്കെയാണ് മഹാന്മാരായ കവികളൊക്കെ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമുള്ള തലത്തിലേക്ക് എഴുതുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ സൗന്ദര്യബോധമാണ് ശരിക്കും ഇത്. അത് മനുഷ്യന് സ്വാഭാവികമാണ്. ഇപ്പോ നിങ്ങളിട്ടിരിക്കുന്ന ഈ വസ്ത്രം ഇങ്ങനെയും ഇടാം, നാണം മറച്ചുകൊണ്ട് തന്നെ ഇത്ര നന്നല്ലാത്ത രൂപത്തിലും ഇടാം, ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ അത് സൗന്ദര്യത്തോടു കൂടി നമ്മൾ അടുക്കും ചിട്ടയോടുകൂടി സൗന്ദര്യത്തോടുകൂടി നമ്മൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഞാനിട്ടിരിക്കുന്ന ഈ വേഷം ഞാൻ തന്നെയാണ്. അപ്പൊ ഇത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാര്യം, പെർഫെക്റ്റ് ആയ ഒരു കാര്യം ചെയ്യാറുണ്ട്. ഒരർത്ഥത്തിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന വിധം ചെയ്യാന്നുള്ളത്. ആകർഷിക്കുന്ന കാര്യമാകുമ്പോൾ പിന്നെ അതിന് നന്മയും കൂടി ചേർന്നാൽ അത് മനുഷ്യന് ഉപകാരമുള്ളതാണ്. അതാണ് കലയുടെ ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെയുള്ള ഒരു സമൂഹം കലയോട് കാണിച്ചത് കേരളത്തിലെ ഇസ്ലാമിക സമൂഹം എങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകതകൾ നിറഞ്ഞൊരു സമൂഹമാണ് നമ്മുടെ സമൂഹം. മറ്റുള്ള പ്രദേശത്തേക്ക് ഇസ്ലാം കടന്നു വന്നതുപോലെ അല്ല നമ്മുടെ നാട്ടിലേക്ക് വന്നത്. ചിലപ്പോൾ ചില രാജാക്കന്മാർ ഒരു പ്രദേശം പിടിച്ചടക്കുമ്പോൾ അവരുടെ മതം അവിടെ പ്രചരിക്കും. സ്വാഭാവികമായ കാര്യമാണ്. എന്നാൽ കേരളത്തിലേക്ക് സമാധാനത്തിന്റെ സന്ദേശവുമായി ഇസ്ലാം നബിതങ്ങളെ കാലത്ത് തന്നെ കടന്നു വന്നിട്ടുണ്ട്. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു സംഘവും ഒരു പാട്ടിൽ നമുക്കറിയാം, പാരിൽ ഇസ്ലാമുദിത്തുള്ള കാലത്ത് പാരന്മാർ ഏബ്യയിൽ കണ്ട വെളിച്ചത്തെ ചേരന്മാർ തമ്പൂരാൻ തേടിപ്പോയി മക്കത്തെ അന്നേ കപ്പലുകൾ വന്നേ ഇസ്ലാമിൻ ജ്യോതി മത നീതി അവരോധി ഖുർആനും എത്തി കൊടുങ്ങല്ലൂരും പിന്നെ മറ്റുള്ള പ്രദേശത്തിലും. അങ്ങനെ കൊടുങ്ങല്ലൂരാ വന്നത്. എല്ലാ മനുഷ്യരും അവരെ സ്വീകരിച്ചു. രാജാവ് സ്വീകരിച്ചു. ജന്മിയും കുടിയാനും തൊഴിലാളിയും മുതലാളിയും ദരിദ്രനും ധനികനും പ്രഭുവും അവർണരും സവർണരും ഒക്കെ സ്വീകരിച്ചു. ഇന്നിപ്പോ അങ്ങനെ ഒരു സമൂഹം വരികയാണെങ്കിൽ നമ്മുടെ നാടിന്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചു. അങ്ങനെ വന്ന ഒരു സമൂഹം ഇവിടെ ജീവിച്ച് ഇവിടെ തന്നെ മരിക്കാൻ തീരുമാനിച്ചൊരു സമൂഹം, ഈ നാടിനു വേണ്ടി പടപൊരുതിയ ഒരു സമൂഹം. കൃത്യമായിട്ട് പറയുന്നുണ്ട്, അന്ന് തൊട്ടിന്നോളവും മലയാള മണ്ണിനഭിമാനം കാത്തവർ
പൊന്നായ നാടിനെ കീഴമർത്തുവാൻ വന്നോരോട് ഏറ്റുപോരൂതവ. നമ്മൾ ഈ മണ്ണിൽ തന്നെ ജീവിച്ച് ഇവിടെ തന്നെ മരിക്കാൻ തീരുമാനിച്ചവരാണ്. ഈ നാടിനെതിരെ വന്ന ആളുകളെ പോർച്ചുഗീസുകാരുടെ കാലത്ത് തന്നെ നമ്മൾ അവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ ഒരു ചരിത്രം നമുക്കുണ്ട്. ഇതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും സമാധാനത്തോട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യം ഭക്ഷണമാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇടത്തും വലത്തും മുമ്പിലും പിറകിലുമുള്ള 40 വീടുകളിൽ ചെന്ന് ഭക്ഷണമുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു പറഞ്ഞു. അങ്ങനെ മനുഷ്യനോട് സ്നേഹം എന്താണ്, സാഹോദര്യം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു മാലിക് ദിനാറിന്റെ കാലഘട്ടത്തിൽ ഇവിടെ വന്നത്. അങ്ങനെ ഈ മതം ഇവിടെ പ്രചരിച്ചു. പിന്നെ നമുക്ക് കൊണ്ട് സ്വന്തമായ ചില കാര്യങ്ങളാണ്. നമുക്കൊരു വേഷം വേണം. നമ്മൾ അറേബ്യൻ വേഷമൊന്നും അല്ല അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഇവിടുത്തെ കാലാവസ്ഥക്കും ഇവിടുത്തെ ലഭ്യതക്കും അനുസരിച്ച് പഴയകാലത്തെ വേഷം നിങ്ങൾക്കറിയാം. ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയൊക്കെ വേഷം ഇതൊന്നുമല്ല, നിങ്ങളിട്ടിരിക്കുന്നതല്ല. ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി ഇവിടുത്തെ ലഭ്യതയും കാലാവസ്ഥയും ആരോഗ്യമൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മളൊരു ഭാഷ ഉണ്ടാക്കി. അതാണ് അറബി മലയാളം എന്ന് പറയുന്നത്. അറബി മലയാളം ഭാഷ അത് കേവലമായ ഒരു ലിപിയല്ല. ആണോ ആണോ ഡിലേ കുറച്ച് അപ്പോ എനിക്ക് എക്കോ അടിച്ചിട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ ആൾ ആരണ്ടേ ചെയ്യാൻ മതി, കുറച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ നമ്മള് അറബി മലയാളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലീഷിൽ മലയാളം എഴുതാറുണ്ട്. ഇംഗ്ലീഷിൽ ഞാൻ NHAN പോകുന്നു POKUNNU എന്ന് എഴുതും. നമ്മൾ SMS ഭാഷയൊക്കെ ഉണ്ടാകും, വാട്സപ്പിലൊക്കെ ഇങ്ങനെ എഴുതും. പക്ഷെ ആ ഭാഷയിൽ ആ ലിപിയിൽ ഒറ്റ പുസ്തകവുമില്ല. നിങ്ങൾ ആരെങ്കിലും ഇംഗ്ലീഷ് മലയാളം ലിപിയിൽ പുസ്തകം കണ്ടിട്ടുണ്ട്? ആരും കണ്ടിട്ടില്ല. എന്നാൽ അറബി മലയാളം കേവലം അതിന് ലിപിയായി ചുരുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അറബി മലയാളം ലിപി മാത്രമല്ല, അതൊരു ഭാഷയാണ്. ആ ഭാഷയ്ക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും സവിശേഷതകളും ഇതിനുണ്ട്. കാരണം എന്താ അറിയോ, ഈ ലിപിയിൽ ഈ ഭാഷയിൽ എത്രയെത്ര പുസ്തകങ്ങൾ, 5000-ഓളം ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പാട്ടുകളുണ്ട്, മാലപ്പാട്ടുകളുണ്ട്, അതില് പിന്നെ നോവലുകളുണ്ട്, ഡിക്ഷണറികളുണ്ട്, ഏടുകളുണ്ട്, മാസികകളുണ്ട്, എത്രയോ ഇപ്പോഴുമുണ്ട്. നമ്മുടെ 4ാം ക്ലാസ് വരെയോ 5ാം ക്ലാസ് വരെയോ മദ്രസ പഠിക്കുന്ന കേവലമായ ഒരു ലിപിയായിട്ട് അതിനെ കാണണ്ട. പിന്നെ ആരും അത് പഠിക്കുന്നില്ല. പക്ഷെ ഇത്ര ഒരു പാരമ്പര്യം ഇതിനുണ്ട്. അതിലെ ആദ്യത്തെ പദ്യകൃതിയാണ് മുഹ്യിദ്ദീൻ മാല. തുഞ്ചത്തെഴുത്തച്ഛൻ, ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ ആധ്യാത്മരാമായണം എന്ന കാലത്ത് ഇവിടെ അറബി മലയാളത്തിൽ ഇവിടെ മുഹ്യിദ്ദീൻ മാല എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, കൊല്ലം 782 ഞാൻ കോർത്തേ ഈ മാലേനെ 155 മുഹ്യിദ്ദീൻ മാലയുള്ളതാണ്. കൊല്ലവർഷം 782 ഞാനിത് എഴുതിയത്. 155 വരിയാണ്. ഇപ്പൊ ചില ആളുകളൊക്കെ ഉണ്ട് ഈ ഗസലുകളും സൂഫി ഗാനങ്ങൾക്കും വലിയ പ്രാധാന്യമുള്ളൊരു കാലമാണ്. അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് പറയും. എന്താ അറിയോ, കവിയുടെ പേരതിലുണ്ട്, വർഷമുണ്ട് എന്നൊക്കെ പറയും. ഇതൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മുഹ്യിദ്ദീൻ മാലയിലും റിഫായി മാലിലൊക്കെ ഉണ്ട്. മോയിൻകുട്ടിയുടെ കൃതികളിലൊക്കെ ഉണ്ട്. അബ്ജദ്, അക്കക്കെട്ട് എന്ന് പറയുന്ന ഒരു പഴയ സംവിധാനമുണ്ട്. ഉസ്താദന്മാർക്കൊക്കെ അറിയാം. പുതിയ കാലത്തെ പഠിപ്പിക്കേണ്ടത് എനിക്കറിയില്ല. അക്ഷരങ്ങൾക്ക് അക്കം കൂട്ടുന്ന കാലം. അപ്പൊ അതിലൊക്കെ കൃത്യമായിട്ട് ഇതിന്റെ കാലം എഴുതി വെച്ചേ കാണാം. മുഹ്യിദ്ദീൻ മാലയില് നേർക്കുനേർ പറയുന്നുണ്ട്, കൊല്ലം 782 ഞാൻ. കൊല്ലം എന്ന് പറഞ്ഞാൽ മലയാള വർഷമാണ്. ഇപ്പോൾ തുലാമാസം ഞാൻ വിചാരിക്കുന്നത്. കന്നി കഴിഞ്ഞോ എനിക്കറിയില്ല. അപ്പോൾ കന്നിമാസം അവസാനമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 1201 ഇപ്പോൾ കൊല്ലവർഷം 1201. അതിനോട് 824 കൂട്ടിയാൽ 2025 കിട്ടും. 820. അതാണ് കൊല്ലവർഷം 782 825 24 കൂട്ടിയാൽ നമുക്ക് 1607 കിട്ടും. അങ്ങനെയാണ് നമ്മൾ 1607 മുഹ്യിദ്ദീൻ മാല എഴുതിയെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത്രക്ക് മുമ്പ് നമ്മളിതൊക്കെ എഴുതി തുടങ്ങി. ആദ്യ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഈ ഉസ്താദുമാരൊക്കെ ഇങ്ങനെയുള്ള സദസ്സുകൾ അന്ന് ദർസൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. മതസദസ്സുകളിൽ വിജ്ഞാനം പകർന്നു കൊടുക്കുകയാണ്. ആത്മീയ സദസ്സുകളിലൊക്കെ ഇങ്ങനെ മുഹ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ
അവദാനങ്ങൾ റിഫായി സിഖിനെ കുറിച്ച് അതൊക്കെ പാട്ട് രൂപത്തിലാക്കി, കവിതാരൂപത്തിലാക്കി. മുഹിദ്ദീൻ മാല, റിഫായി മാല ഒക്കെ, നഫീസത്ത് മാല, ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും ചൊന്നേ വിള്ളി നഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, അക്കാലത്ത് അങ്ങനെയായിരുന്നു. പിന്നെ മനുഷ്യനിങ്ങനെ പുരോഗതിയിലേക്ക് വരികയാണ്. കുറച്ചുകൂടി നമ്മുടെ മതവിദ്യാഭ്യാസം വികസിച്ചു, കുറച്ചുകൂടി സാമ്പ്രദായിക രീതിയിലുള്ള ദർസുകളൊക്കെ വന്നു. നമ്മൾ ചരിത്രം പഠിക്കാൻ തുടങ്ങി, ബദർ ഉഹദ് ഒക്കെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് മോയിൻകുട്ടി ബദിലെ കാലഘട്ടത്തിൽ ബദറിന്റെ യുദ്ധചരിത്രമൊക്കെ പറയുന്നത്. യുദ്ധചരിത്രങ്ങൾ, പടപ്പാട്ടുകളൊക്കെ മനുഷ്യനെപ്പോഴും ഈ പാട്ട് രൂപത്തിൽ എന്ത് ചെയ്യുന്ന ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇങ്ങനെ പ്രസംഗിച്ച കുറച്ചുകൂടി ഒരു ഓരോ ഉസ്താദുമാർക്കും ഓരോ ശൈലിയുണ്ട്. ആ ശൈലിയിലൊക്കെ ഇങ്ങനെ വയത് പറയുമ്പോഴൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇതിനേക്കാൾ ഉഷാറായി കേട്ട് നോക്കും. കാരണം എന്താ അറിയാം, അതിനൊരു താളമുണ്ട്, ഒരു ലയമുണ്ട്. അത് സ്വാഭാവികമായ മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ മതപ്രഭാഷണത്തിലൊക്കെ അങ്ങനെ വരുന്നത്. കാരണം ആളുകളിങ്ങനെ പാതിരാവിലൊക്കെ അക്കാലത്ത് ഉണ്ടാവുക, ആളുകളിങ്ങനെ കേട്ട് നിൽക്കുക. എം കോയം മുസ്ലിയാരുടെ ഒക്കെ ഒരു ശൈലി ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടത് ഓർമ്മയുണ്ട്. അത് തുടങ്ങുന്ന മുതൽ അവസാനം വരെ നമ്മളിങ്ങനെ കേട്ട് നിൽക്കും. അപ്പോ ഇങ്ങനെയുള്ള ഒരു ചരിത്രം നമ്മളെ പഠിപ്പിച്ചു. അതൊക്കെ നമ്മൾ പാട്ട് രൂപത്തിലാക്കി, കവിതയാക്കി, സാഹിത്യമാക്കി, അല്ലേ? ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം വളർകൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ട് അബിയൽ വർണ്ണമതാ പിൻരണ്ടും അസുബതുമാമീ. ഇത് എല്ലാ ഭാഷയും ചേർന്ന വാക്കുകൾ. ഇതെങ്ങനെ വന്നു ചോദിച്ചാൽ മുഹിദ്ദീൻ മാല വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാവും. പക്ഷേ മലയാള ഭാഷയിൽ അക്കാലത്ത് ഇങ്ങനെ എല്ലാ ഭാഷയിൽ നിന്നും വാക്കെടുത്ത് കവിതകൾ എന്നൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. മണിപ്രവാളം അതിന് പറയാം. അപ്പോൾ ലീലാതിലകം, ചിലപ്പതികാരം എന്ന കൃതികളൊക്കെ, പഴയ കാലത്തെ കൃതികളൊക്കെ സംസ്കൃതം ചേർന്ന മലയാളം. അപ്പോൾ തമിഴ് പാരമ്പര്യം നമുക്കുണ്ട്. പുലവന്മാരുടെ പുലവർ പോലെയുള്ള പുലവന്മാരുടെ പാരമ്പര്യം നമ്മളെ പാട്ട് സംസ്കാരവുമായി ചേർന്നാണ്. അതുകൊണ്ട് നമ്മൾ ആ ഭാഷയിൽ പാട്ട് ചെയ്തു. നമ്മൾ കുറച്ചുകൂടി അപ്പുറം പോയി എല്ലാ ഭാഷയിൽ നിന്നും വാക്കെടുക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ ഈ പാടിയ വരിയിൽ എത്ര ഭാഷയുണ്ട്? ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ അന്നേരം. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ അന്നേരം അറബിയുണ്ട്, അന്നേരം മലയാളമുണ്ട്. വളർകൊടി മൂണ്ടെണ്ണം തമിഴാണ്, രണ്ടും അസുവതുമാമേ മലയാളവും തമിഴും ഉറുദു അറബിയൊക്കെ ഇതിലുണ്ട്. അങ്ങനെയുള്ള ചില പാട്ടുകളൊക്കെ ഉണ്ട്. ഇതേ ബദറില് മോയിൻകുട്ടി വൈദ്യര് ഈ അബുജാഹിലും കൂട്ടരും പുറപ്പെടുന്ന രംഗം പറയുന്നതാണ്. പുറപ്പെട്ട അബുജാഹിലുടങ്കിവർ പൊങ്കിയളുന്തിലിബാസ് ചമൈന്ത് പുതുമാകസബിട്ടുകൾ വെയ്ത്ത് ഹരീറുമുടുത്തിടവേ മിക മികവായ പട്ടുകളാൽ ഉള്ള മേൽമ ചട്ടകളും അരനാട ചൊട്ടികളും പലപണി പൊതുവായെടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടലായി. ഞാൻ എത്ര ഭാഷയിലെ വാക്ക് പറഞ്ഞു. പുറപ്പെട്ട അബുജാഹില് ഉടൻ കിബർ അറബി, പൊങ്കി എളുന്ത് തമിഴ്, ലിബാസ് അറബി. അക്കാലത്തെല്ലാ പാട്ടും. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഇവിടെ ഉസ്താദന്മാർക്കൊക്കെ അറിയാം, ഞാനൊന്നും ആ കാലത്ത് ജീവിച്ച ആളല്ല. പാടി പറയുക എന്നുള്ളൊരു സംസ്കാരം ഉണ്ടായി. ഇപ്പോഴും ഒരുപാട് സ്ഥലത്തുണ്ടത്, നമ്മുടെ നാട്ടിൽ കുറവാന്നേ ഉള്ളൂ. ബദറൊക്കെ പാടി പറയും ജനങ്ങളെ മുമ്പ്. ഈ പാടി പറയുന്നതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മളെ ഈ സ്റ്റേജിലൊക്കെ ബദർ യുദ്ധം നടക്കുന്ന പോലെ ഇവരിങ്ങനെ വല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കും. സൗത്ത് വയനാട്, തോട്ടപ്പാളി, പുള്ളിയിൽ ചേക്കു സാഹിബിനെ പോലെയുള്ള ആളുകളൊക്കെ അക്കാലത്ത് ഇതിങ്ങനെ പാടി പറയും. അവരൊക്കെ എന്ത് രസകരമായിട്ട് അവതരിപ്പിക്കുക. പഴയ ആളത്തെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു 4-5 വർഷം മുമ്പ് മരിച്ചുപോയി മുള്ളൂർക്കര CV ഹംസ മൗലവി, ഇപ്പോഴുണ്ട് മാവണ്ടിയൂർ അഹമ്മദ് കുട്ടി മൗലവി, ഈ PTA മാനക്കരയൊക്കെ ഇപ്പോഴും ഇതിൻ്റെ പിന്നണി പാടാൻ പോണ ആളാണ്. കൈപ്പുറം ബാവ മൗലവി ഒക്കെ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ ഈ പാടി ഇങ്ങനെ പറയും. അത് മനുഷ്യനെ നന്മയിലേക്ക് നയിച്ചു, ചരിത്രം പഠിപ്പിച്ചു. ചരിത്രം പഠിപ്പിക്കുക അങ്ങനെയാണ്. അന്ന് സ്കൂളും മദ്രസയും ഒന്നും അല്ല, അന്ന് ദർസുകളാണ്. അവിടുന്ന് ഇത് കേട്ട് പഠിക്കും. സ്കൂളൊന്നും ഇതേപോലെ ഉണ്ടായിട്ടില്ല.
ഈ സംവിധാനം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആളുകൾ ഇങ്ങനെ ചരിത്രം പഠിച്ച് ഇങ്ങനെയുള്ള അവതരണങ്ങളിലൊക്കെയാണ്, മതപ്രഭാഷണങ്ങൾ, ഇതേപോലുള്ള വേദികളൊക്കെയാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ മദ്രസയും സ്കൂളൊക്കെ പിന്നീടാണ് ആ ദർസ സമ്പ്രദായത്തിൽ നിന്നൊക്കെ വലുതായി വന്നതാണ്. ഇപ്പൊ കോളേജുകൾ കൂടിയായിരുന്നു. അപ്പോൾ അപ്പോഴും നമ്മൾ കലയും സാഹിത്യം കൊണ്ടു നടന്നിട്ടുണ്ട്. പിന്നെ സാധാരണ മലയാളത്തിലേക്ക് നമ്മളെയൊക്കെ ലിപി സമ്പ്രദായമൊക്കെ വന്നു. നമ്മൾ എഴുത്ത് പഠിച്ചു. 991 എടവണ്ണ, കാവനൂർ എടവണ്ണ ആ ഭാഗത്തുള്ള ഒരു ചേലക്കാടൻ ആയിഷ എന്ന് പറയുന്ന ഒരു പ്രായമുള്ള വല്യമ്മ കോഴിക്കോട്ട് വെച്ചാണ് പ്രഖ്യാപിച്ചത് കേരളത്തിലെ മനുഷ്യർ മുഴുവനും സാക്ഷരരായി. ഒരു 10-35 കൊല്ലം മുമ്പെയാണ്. എന്നാലേ അത് ലിപിയുടെ അടിസ്ഥാനത്തിൽ, ഭാഷയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ നേരത്തെ തന്നെ സാക്ഷരരാണ്. അറബി മലയാള ഭാഷ അത് മലയാളം തന്നെയാണ്. ലിപി ആണെങ്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എൻ്റെ വല്യമ്മ 94 വയസ്സിലാണ് മരിച്ചത്. 13 കൊല്ലം മുമ്പ് 2012. എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ അബുവാനോടപ്പോൾ ജവാബ് മാകനീലേ അരുമക്കാനിയേന കാണും തീയാമം നാളെ. ഈ അറബിമലയാളത്തിൻ്റെ ഒരു കെട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മയുടെ വീട്ടിൽ. അത് നോക്കി ഇങ്ങനെ പാടിത്തരും. അത് മലയാളം തന്നെയല്ല. ഇബ്രാഹിമിന് അദ്ദേഹം കിസ്സപ്പാട്ടാണ്, കർബല കിസ്സപ്പാട്ടൊക്കെ പാടി തന്നിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ മലയാളത്തിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ കലയും സാഹിത്യവും മനുഷ്യനൊക്കെ വളരെയല്ല. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും ഈ സർഗാത്മക വഴിയിലേക്ക് കൊണ്ടുവന്നു. പാട്ടുകളൊക്കെ ഭക്തി, പ്രവാചക പ്രകീർത്തനം, ചരിത്രം, നേരം പോക്കുകള്, സന്തോഷകരമായ നിമിഷങ്ങള്, തമാശകള്, സങ്കടങ്ങള്, ഇതൊക്കെ പാട്ടിലാക്കിയാണ്. അത് നന്മയുടെ വഴിയിലേക്ക് ഉപയോഗിക്കുകയാണ് നമ്മൾ വേണ്ടതെന്നേ ഉള്ളൂ. ചിലപ്പോൾ ചില പ്രാർത്ഥനാ നിർഭരമായ വരികൾ നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. എന്തിലും ഇല്ലാ നസീബ്, എത്രയും പാപി ഖരീബ്, സ്വന്തമില്ലാരും കനീവ്, സ്വത്തതും മക്കൾ കഴിവ്, ഇല്ല കക്ഷി ഞാന്, കഴിഭക്ഷകൻ നീയാണ്, ബിസ്മിയും ഹംദും സലാത്തും വിണ്ടതിയിൽ പിന്നെ വെന്തുരുകും ചിന്തയിൽ ദുആയിരന്നീടുന്നേ, കഷ്ടതാഗ്രഹ പിഴകൾ തട്ടി നീക്കുവാനായി കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പൂരാനെ. എത്ര മനോഹരമായിട്ടാണ് ഇതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരച്ചു വെക്കുന്നത്. പ്രാർത്ഥനകൾ മനുഷ്യന്റെ ജീവിതത്തിലെ നിസ്സഹായ അവസ്ഥയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നേ ഉള്ളൂ. നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. മഹാന്മാരായ എത്ര പേർ നമ്മുടെ നാട്ടിലും നമ്മുടെ ലോകത്തും ജീവിച്ചു മരിച്ചുപോയി. അവരാരും ശാശ്വതമായി ഇവിടെ ജീവിച്ചവരല്ല, അല്ലേ? പലരെല്ലാം ഇതുവഴി വന്നു പോയി. ഞാൻ കേട്ടൊരു കവിതയാണ്. പകലിരവുകൾ മാറി എന്തുണ്ടായി, കാര്യങ്ങൾ പഠിപ്പിച്ചോരെല്ലാം പോയി, കാരക്കത്തൈകൾക്ക് വളങ്ങളായി. പലരും ഈ ലോകത്ത് വന്നിട്ടുണ്ട്. പകലും രാത്രിയും മാറി മറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ പഠിപ്പിച്ചവർ, പ്രവാചകന്മാർ, നവോത്ഥാന നായകർ, പണ്ഡിതന്മാർ, കാര്യങ്ങൾ പഠിപ്പിച്ചവരൊക്കെ ആരും ഇവിടെ നിന്നിട്ടില്ല. എല്ലാവരും പോയി. കാരക്കത്തൈകൾക്ക് വളങ്ങളായി എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി എന്നാണ്. മനുഷ്യന്റെ ഒരു നിസ്സഹായ അവസ്ഥയാണ്. ഇത്തരം നമ്മളെ പിടിച്ചു നിർത്തുന്ന ചില കവിതകളൊക്കെ ഉണ്ടാവും. ളുൽമിന്റെ ചീത്ത പഴമാണീ ലോകത്ത്, ഇൽമിന്റെ ഈത്തപ്പഴമാണ് ഹാജത്ത്. ളുൽമിന്റെ ചീത്തപ്പഴ ഈ ലോകത്തുള്ളത്, ഇൽമിന്റെ ഈത്തപ്പഴമാണ് എൻ്റെ ഹാജത്ത്. ഈ പ്രാസ നിയമമൊക്കെ നമ്മളെ പഴയ ആളുകളൊക്കെ എത്ര കൃത്യമായിട്ടാണ് പാലിച്ചുകൊണ്ട് പാട്ടുകൾ. മൊത്തത്തിലായുസ്സൊരൽപ്പം മനുഷ്യന് നിത്യമുറക്കത്തിൽ പാതി കടിയുന്നു.
ഇതൊക്കെ നമ്മൾ ചിന്തിപ്പിക്കുന്ന വരികളാണ്. അപ്പോ ഇങ്ങനെയുള്ള പ്രാർത്ഥനാ നിർഭരമായ വരികൾ മറിമായത്തിൻ്റെ ദുനിയാവ് കണ്ടിട്ട് മറിയാതീരിക്കാൻ കനിവ് നീട്ട് റബ്ബേ മരണനേരത്ത് സുബർക്കം കാട്ട്. ഇതൊക്കെ പ്രാർത്ഥനാ നിർഭരമായ വരികളാണ്. ഞാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കവിതകൾ വന്നത് പ്രവാചക പ്രകീർത്തന ഗാനങ്ങളുടെ വഴിയിലാണ്. ഇത്ര മനോഹരമായിട്ടാണ് നബിതങ്ങളെക്കുറിച്ച് പാട്ട് എഴുതിയത്. മദ്രസയിലൊക്കെ കുട്ടിക്കാലത്ത് അൽ അമീൻ എന്ന പ്രവാചക തിരുമേനിയെ വിളിച്ചിരുന്നു. അതിനെക്കുറിച്ച് പിന്നീട് ഞാനൊരു പാട്ട് ഓത്തുപള്ളിയിൽ ഓതിയില്ല എങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലും ഒറ്റ കള്ളമോതിയില്ല നേരുമാത്രം ചൊന്നതാലെ സത്യവാനാബാലൻ നേടി അൽ ആമീനതെന്ന ഖ്യാതി സത്യശീലൻ ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല. ജീവിതത്തിന്റെ ഓരോ മുഹൂർത്തങ്ങളെയും ഒരു ചരിത്രം പറയുന്നത് പോലെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച എത്രയെത്ര പാട്ടുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള ഒരു പാട്ടിന്റെ സംസ്കാരം, കലയുടെ സംസ്കാരം നമുക്കുണ്ട്. ആമിന ബീവിക്കോ മനമോനെ ആരിലും കാനിയും ഇമ്പത്തേനെ ആലങ്ങൾക്കാകെയുള്ള റസൂലേ ആദിയോൻ പുകഴ്ത്തുന്ന ഹബീബേ. ഈ പാട്ടിലൊരു വരിയുണ്ട്, ഹന്തപാപാന്ധകാരത്തിൽ താങ്കൾ എൻ്റെ മാനത്തുദിക്കേണ്ടും തിങ്കൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പാട്ട് എഴുതിയത് റസൂൽ നബി തങ്ങളെക്കുറിച്ചാണ്, പാട്ട് പാടിയത് നബി തങ്ങളെക്കുറിച്ചാണ്, പാട്ട് കേട്ടതും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള പാട്ടിൻ്റെ ലോകം, പ്രവാചക പ്രണയത്തിൻ്റെ അനന്തമായ സാധ്യതകൾ പറഞ്ഞ എത്രയെത്ര പാട്ടുകളുണ്ട്. മക്കത്തൂതി തോണീവേ ഹബീബുള്ള മണ്ണിൻ മുഖത്തേളീവേ ആമിന പെട്ടൊളീവേ റസൂലുള്ള ആലത്തിൻ പൊന്നോളീവേ ചന്ദിര സുന്ദരേ ഹബീബുള്ള ചന്തമികന്തവേരേ. പലതരം വിശേഷണങ്ങളിലൂടെ പറയാണ്. നബിതങ്ങൾ മരണപ്പെട്ടപ്പോൾ, വഫാത്തായപ്പോൾ, നബിയില്ലാത്ത മദീനയിലേക്ക് മക്കയിലേക്ക് ഞാനെന്തിനാണ് ഇനി വരുന്നത് എന്ന് ചോദിച്ച ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗദ്ഗദവും സങ്കടവും ഒക്കെ ഒരു കവി എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത്. മണിമുത്ത് റസൂലിൻ്റെ വിയോഗത്തിൻ കഥ കേട്ട് ഒളിവർ പൂ ബിലാലെന്ന് തകർന്ന് തേങ്ങി പുണ്യ മദീനക്ക് വിട ചൊല്ലി നടന്ന് നീങ്ങി ചെറുപാണ്ഡം ചുമടേന്തി മിഴിനീരിൻ പുഴ നീന്തി മദീനത്തെ മണൽ പോലും അരുതെന്നോതി വ്യഥയാൽ അസ്ഹാബും മനം പൊട്ടി കരഞ്ഞു പോയി. റസൂലില്ല മദീനത്ത് വസിക്കാൻ ഈ ബിലാലില്ല അസ്ഹാബിങ്ങളെ ഒന്നും കരുതിയിടല്ലേ എൻ്റെ ഹൃദയത്തിൻ ഇതൂ താങ്ങാൻ കഴിവില്ലല്ലോ. ഇതൊക്കെ വളരെ മനോഹരമായിട്ട് ഈ മുഹൂർത്തങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു പാട്ടിൻ്റെ സംസ്കാരം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ കഥ കേട്ടത്, ചരിത്രം കേട്ടത് ഇങ്ങനെ തന്നെയാണ്. പ്രവാചകന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്രാഹിം വദ്ഹമിൻ്റെ ചരിത്രം നമ്മൾ എങ്ങനെയാണ് കേട്ടത്? ഇബ്രാഹിം വദ്ഹമിൻ്റെ ചരിത്രം ഇതേപോലെ പാട്ടിലൂടെയാണ്. അങ്ങനെ ഒരു സംസ്കാരം കൊണ്ടുണ്ടായിരുന്നു.
ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ത്യാഗനിർഭരമായ ചരിത്രം. ആകാശഭൂമിക്കധിപതിയായ അല്ലാഹുവിൻ്റെ കുദിറത്തിനാല് ഇബ്രാഹിം എന്ന നബിയോടൊരാജ്ഞ, ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. ഈ സന്ദർഭങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉപരാജൻ അസീസിന്റെ പ്രിയ പത്നി സുലൈഖാബി സുമുഖനാം യൂസുഫ് നബിയെ മനസ്സിൽ വെച്ച് എല്ലാ സുഖങ്ങളും വേടിഞ്ഞവർ പിരിശം വെച്ച്. യൂസുഫ് നബിയുടെ കഥ, ചരിത്രം, ഇതൊക്കെ നമ്മ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പാടി ബിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൽ തേനിശല് ഹാലിലകും കുഫർ കൂട്ടത്തില് പുണ്യകരിമത്തുറപ്പിച്ച പൂങ്കരട്. അങ്ങനെയല്ലേ? ഞാൻ ഒറ്റ സന്ദർഭം കൂടെ പറയാം. ഈ പാട്ട് കേൾക്കണ്ടെങ്കിൽ അറിയാം, പാട്ട് കേൾക്കേണ്ടത് കൈയടിച്ചും ഡാൻസ് ചെയ്തൊന്നും അല്ല. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, പാട്ട് മര്യാദയ്ക്ക് കേട്ടാൽ നമ്മളവിടെ നിൽക്കും. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരാൻ പോകും 1-2 മാസം. നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് സ്ഥാനാർത്ഥിന്റെ പേരുള്ള പാട്ടൊന്നും വേണ്ട. നമ്മുടെ മുമ്പിൽ ഒരു ചരിത്രമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഗാന്ധിജി പറഞ്ഞത്, ഞാൻ ഉമറിന്റെ ഭരണമാണ് ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നത് എന്നാണ്. നീതിമാനായ ഉമർ. ഒരു 2ാം ഉമറുണ്ട് അമവിയ ഭരണ കാലഘട്ടത്തിൽ, ഉമർ ബിൻ അബ്ദുൽ അസീസ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മളൊക്കെ കേൾക്കുന്നൊരു പാട്ടുണ്ട്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി പ്രിയപ്പെട്ട പത്നിയോട്, രാജ്ഞിയോട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ടവളെ കുറച്ച് പൈസ തരുമോ? എന്താണെന്നറിയോ? എനിക്ക് കുറച്ച് മുന്തിരി കഴിക്കണമെന്ന് ആഗ്രഹമാണ്. അപ്പൊ രാജ്ഞി ചോദിക്കുകയാണ്, അങ്ങാര് എന്നറിയില്ലേ, നിങ്ങൾ ഈ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും 4 യാചകരായെന്നോ. പ്രാണസഖി നന്നായി അറിയാം ഞാൻ നിന്നാട്ടിൽ അമീറാണെന്ന്, എന്നാലും എന്റേതായൊരു ദിർഹമുമില്ല പ്രിയേ. ഞാൻ നാട്ടിലെ രാജാവാണ്, പക്ഷെ എൻ്റെ ഒരു പൈസ ഇല്ല. ഉണ്ടോ സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ട് പ്രിയേ, കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഈ പാട്ടിലൊരു വരിയുണ്ട്. ആ വരി നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെല്ലിയാൽ മതി. ആർക്ക് വോട്ട് ചെയ്യണം? നിങ്ങൾക്ക് വോട്ടില്ലല്ലോ, ഞാൻ വോട്ടില്ലവരെ പറ്റിയ പറയണം. അമവിയ രാജകുമാരൻ സുഗലോലുപനാം ഇബ്നുൽ അസീസും അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി. അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറുന്ന ഭരണാധികാരി. നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ ഒന്ന് കണ്ണുപിടിച്ചാൽ മതി, ആർക്ക് വോട്ട് ചെയ്യണം എന്നേ മനസ്സിലാവും. ഇപ്പം ഈ പാട്ടൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ സർഗാത്മക വഴിയെ മുമ്പേ കണ്ടത്. അതിലൂടെയൊക്കെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്കൊക്കെ. ഇപ്പോൾ മോയിൻകുട്ടിയുടെ ഭദ്രപടപ്പാട്ടൊക്കെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആളുകളെ പ്രേരിപ്പിച്ചു എന്ന് കണ്ട് ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടാൻ മുന്നോട്ട് വന്നു. നിരോധിക്കപ്പെട്ട എത്ര പാട്ടുണ്ട്. അപ്പോൾ പാട്ടിൻ്റെ സംസ്കാരം അങ്ങനെയാണ്. നമ്മുടെ ഇങ്ങനെയൊക്കെ ഒരു ഫെസ്റ്റിൽ വെച്ച് ആലോചിക്കും നമ്മളാ ചെയ്യേണ്ടത്. നല്ല പാട്ട് പാടുക, പാടുന്നത് പോലെ പാടുക. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പാടിയിട്ടും കാര്യമൊന്നുമില്ല. ചില പാട്ടുണ്ടാവും വികാര നിർഭരമായ സങ്കടത്തോടു കൂടി പാടേണ്ട പാട്ട്, അത് സന്തോഷത്തോടു കൂടി പാടരുത്. അങ്ങനെയുണ്ട്. പാട്ട് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോ പോർ വിളിക്കുന്ന രംഗം ബദർ യുദ്ധത്തിൽ ചില രംഗമൊക്കെ. ഈ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കുന്നവൻ ഹംസാ റളിയല്ലാഹു അൻഹു പോർ വിളിക്കുന്ന രംഗാണ്. അത് മോയിൻകുട്ടി വൈദ്യർ എഴുതി. എങ്ങനെ അറിയുന്നത്? അനപോദസദുൽ ഇലാഹലി ഹംസ ചാടി അടുത്തുടൻ ആരടാ ശുജഅത്തുരത്തമൈ ഹൗദിൽ നിണ്ട് കുടിപ്പവൻ. ഇങ്ങനെയാണ് പാട്ട് പാടുക. അത് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇതാരോ പോർ വിളിക്കുകയാണ്. ഈ പാട്ട് ചില ആളുകൾ പാടുന്നു. ആനപോദസദുൽ ഇലാഹലി ഹംസ ചാടിയടുത്തുടൻ ആരടാ ശുജഅത്തുരത്തമൈ ഹൗദിൽ നിണ്ട് കുടിപ്പവൻ.
കേൾക്കാനൊക്കെ രസമുണ്ട്, പക്ഷെ ഈ വിഷയമായിട്ടൊരു ബന്ധമില്ല. ജ്ഞാനമുറ്റനബിയുന അമർ ഹൗദിൽ നിന്ന് കുടിപ്പതായി ഇങ്ങനൊക്കെ പാടുക. ഈ വിഷയമായിട്ടൊരു ബന്ധം സംഗീതപരമായിട്ട് ഭയങ്കരമാണ്, ഒരു ബന്ധം ഉണ്ടാവില്ല. ചില കുട്ടികളുണ്ട്, വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, വന്ന് ബലത്തോടെ വെള്ളം കൂടിച്ചാട്ടെ. കേൾക്കാനൊക്കെ സുഖമുണ്ടാവും, പക്ഷെ ഈ പാട്ട് വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, വന്ന് ബലത്തോടെ വെള്ളം കൂടിച്ചാട്ടെ. ഇങ്ങനൊക്കെ പാടണം. പാട്ട് എന്താണെന്ന് മനസ്സിലാവണം. ഭാഷ അറിയാത്തവന് പോലും ഇതെന്ത് പാട്ടാണ്, അതാണ് പോയിട്ട് ഡാൻസും കളിച്ച് പാടരുത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ആളുകൾക്ക് അറിയില്ല എന്നാണ്. ഞാനൊരു താരാട്ട് പാട്ട് കേട്ടു പണ്ട്. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂവും പൈതലേ എന്നൊക്കെ മലയാളത്തിൽ ഇങ്ങനെ എത്രയോ, ഇരയിമ്മൻ തമ്പിയുടെ ഓമേന തിങ്കൾ കിടാവോ നല്ല നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച താരാട്ട് പാട്ടാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് മലയാളത്തിലൊരു താരാട്ട് പാട്ട് കേട്ടു. ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ബോധം കെട്ട് ഉറങ്ങുന്ന കുട്ടികൾ എഴുന്നേറ്റ് പോകും. കാരണം താരാട്ടിൻ്റെ ഒരു മൂടേ ആ പാട്ടിനില്ല, ഒരു ഭാവമേ ഇല്ല. അപ്പൊ ഇതൊക്കെ വലിയ കാര്യം, നമ്മളെ പിടിച്ചുറിഞ്ഞ പാട്ടുകൾ. എനിക്കങ്ങനെ, ഞാൻ ഒരിക്കൽ ഒരു പാട്ട് കേട്ടു, AV മുഹമ്മദ് ഖാൻ പാടിയൊരു പാട്ടുണ്ട്, അത് മരണത്തെക്കുറിച്ചാണ്. വീട്ടിലെ മെത്ത വിരിഞ്ഞ് നമുക്ക് ഒരാൾ പാടുക, കാട്ടിനാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്, പരൻ വിധിച്ചുമ്മായിട്ട് ജൊങ്കില് നടക്കുന്ന സുജത്ത് നമുക്കുണ്ട് നാട്ടിനെ, കഥയെന്തെന്ന് അറിവുണ്ടോ നാളെ കിടക്കുന്ന. എനിക്കൊരു ഫീലും തോന്നിയില്ല. പക്ഷെ എൻ്റെ മുമ്പിൽ ഒരാൾ ഈ പാട്ട് പാടി, ഞാൻ ബേജാറായിപ്പോയി. എന്താ പറഞ്ഞത്? പരൻ വിധിച്ചുമ്മായിട്ട് ചൊങ്കില് നടക്കുന്ന സുജാത്ത് നമുക്കുണ്ട് നാട്ടിലെ, കഥ എന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലെ, കബറന്ന ഭയങ്കര വീട്ടിലെ. വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നതു കല്ലാണ്, ഇരയുന്ന തണ്ണീരാതും ചേർത്ത് മണ്ണതിനാലെ അടവാകും ഖബർ ബഹുജോറിയിലേ. ആർക്കും ബേജാറാവും. പാട്ട് അങ്ങനെയാണ്, എല്ലാ പാട്ടും ബേജാറാക്കി പാടാനല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഭാവവും പാട്ടിന്റെ വിഷയവും അറിയണം, അപ്പോഴാണ് ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ മനുഷ്യനെ നന്മയിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഥ, ചരിത്രം, സംഭവം, ഉപദേശങ്ങളൊക്കെ പാട്ടിലൂടെ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു. പാതിരയോളമുറക്കമൊടിച്ച് നടക്കല് നന്നല്ല, നന്നല്ലാത്തത് നന്നോർത്ത് നടക്കല് നന്നല്ല. നമ്മോട് പറയാണ്, അല്ലാഹുവിൻ തിരുകൽപ്പന കൊത്ത് നാം എല്ലാം ജീവിക്കണം, അന്യന്റെ സ്വത്തും മുതലിനോടുള്ള ആശ എന്നും വെടിയണം. ഞാൻ അവസാനിപ്പിക്കുക, കാരണം മത്സരത്തിൻ്റെ ഒരു ക്രമമൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള പാട്ടുകൾ ഈ കാലഘട്ടത്തിൽ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ കുഴപ്പമില്ല. മനുഷ്യനോടാണ് ഇതൊക്കെ സംസാരിച്ചത്. മനുഷ്യൻ എങ്ങനെയാവും, നമ്മുടെ പരിമിതിയും പരിധിയൊക്കെ ഉള്ളുന്നുകൊണ്ട് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും. ഞങ്ങളൊക്കെ കാലം പോലെയല്ല. പണ്ടൊക്കെ ഒരു പാട്ട് കേൾക്കാൻ വലിയ പാടാ. റേഡിയോയിലൊക്കെ എപ്പോഴെങ്കിലും വരുന്ന പാട്ട് ഇതൊക്കെ കേൾക്കാൻ പറ്റും. ടേപ്പ് റെക്കോർഡിലൊക്കെ കേസറ്റ് നമ്മൾ വാങ്ങണം. ഇത് നമ്മളൊക്കെ കയ്യിലേക്ക് പാട്ടിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് 24 മണിക്കൂർ. എൻ്റെ അടുത്തൊക്കെ എത്രയോ ആൾ പാട്ടിങ്ങനെ അയച്ചു, കേൾക്കൂ, നിങ്ങൾ കേട്ടില്ലേ ഇങ്ങനെ ചോദിച്ചോണ്ട്. അങ്ങനെയുള്ള നല്ലൊരു കാലഘട്ടമാണ് ഏത്, കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ. അവതരിപ്പിക്കാനും അങ്ങനെ. നിങ്ങളൊരാളൊരു പാട്ട് പാടിയ ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ആളുകളല്ലേ. ഒരു കല്യാണപ്പാട്ടുണ്ട്, ആരാലും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായല്ല ആഡംബരങ്ങളുമെല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം. ഒരു കല്യാണ പാട്ടാണ്. ഒരു കുട്ടിയാലിക്കാൻ തന്നെ ഒരു പാവപ്പെട്ട മനുഷ്യന് എഴുതിയൊരു പാട്ടാണ്. ഒരു പൈസ അദ്ദേഹത്തിന്റെ പാട്ട് എഴുതി കിട്ടിയിട്ടില്ല. അത് ഞാനിപ്പോൾ അടുത്ത് നോക്കുമ്പോൾ ഞാനൊക്കെ ഉണ്ടാ ചാനൽ 85 മില്യൺ ആളുകളാണ് കണ്ടത്. വേറൊരു കൊറിയോഗ്രാഫിയൊക്കെ ചെയ്ത് ഈ പാട്ട് 95 മില്യൺ ആളുകൾ.
85 മില്യൺ എന്ന് പറഞ്ഞാൽ 8.5 കോടി മനുഷ്യർ. കേരളത്തിൽ 3.5 കോടി മനുഷ്യന്മാരെ ഉള്ളൂ. അതിൽ തന്നെ മാപ്പിളപ്പാട്ട് കേൾക്കുന്ന ഒരു 50 ലക്ഷം ഉണ്ടാവില്ല. 8.5 കോടി ആളൊക്കെ പാട്ട് കേൾക്കുമ്പോൾ എത്ര ഉറുപ്പ്യ കിട്ടുമെന്ന് അറിയോ? അതുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളോട് ചോദിച്ചാൽ മതി. അത് ഞാൻ പറഞ്ഞ ഞങ്ങളൊക്കെ പാട്ട് ഇടാൻ പോകും. എനിക്കറിയാം അത്രയ്ക്ക് ഉറുപ്പ്യ കിട്ടും. ഈ പാട്ട് എഴുതിയാക്കും ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള സാധ്യതകളുള്ള കാലമാണ്. ഞാൻ മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് സമ്മാനം കിട്ടിയത് സോപ്പ് പെട്ടി, കടലാസ് പെൻസിൽ. സോപ്പിടാതെ സോപ്പ് പെട്ടി കൊണ്ടുനടക്കും. സമ്മാനം കിട്ടിയതാണ്. ഏറ്റവും വലിയ സമ്മാനം 10 റുപ്യൻ്റെ ഡിക്ഷണറി. ഞാൻ 75 ലക്ഷം രൂപക്ക് 4 പ്രാവശ്യം ജഡ്ജായിട്ടുണ്ട്. 75 ലക്ഷം രൂപയുടെ 1ാം സ്ഥാനത്ത്, 50 ലക്ഷം 2ാം സ്ഥാനം. നിങ്ങളൊക്കെ കാലം ഭയങ്കര കാലമാണ്. അപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മുടെ പരിമിതിയും നമ്മുടെ നിയമ നടപടികളൊക്കെ നമ്മുടെ മതപരമായ എന്താ പറയുക നിഷ്ഠകളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ വൈറലായി പാടുന്ന എത്ര പേരുണ്ട്. നിങ്ങൾ പാടണമെന്നേ ഉള്ളൂ, നിങ്ങൾ പറയണമെന്നേ ഉള്ളൂ. ഒരു ഉസ്താദില്ലേ, PT മുഹമ്മദ് ഉസ്താദ് സക്കാഫി, അദ്ദേഹം ഉത്തരേന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ട് അവിടുത്തെ രീതികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആളുകളൊക്കെ വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സുവർണ കാലഘട്ടത്തിലാണ് നിങ്ങൾ. ഞങ്ങളെപ്പോലെ അല്ല നിങ്ങൾ. ഓരോ കാലത്തോട് പാട്ടുകൾ സംസാരിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് പത്രം കണ്ടാൽ ഓരോന്നിൻ്റെയും പേരിൽ നമ്മൾ പരസ്പരം മാനസികമായി അകന്നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ മനുഷ്യനെ, അതാണ് പട്ടാപ്പകൽ. നമ്മൾ പൊന്നാനി KV അബൂബക്കർ ഉസ്താദ് എഴുതി, പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവാകെ നടന്നില്ല, മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ ചൂട്ടും മിന്നിക്കാൻ എന്താ കാര്യം? ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് അസുഖമുള്ളതെന്ന് തോന്നുന്നല്ല, എല്ലാം തികഞ്ഞ മനുഷ്യനെ കാണുന്നില്ല എന്ന് സങ്കടം പറയാണ്. അപ്പം മനുഷ്യനോടാണ് സംസാരിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ പാട്ട് ഇപ്പം അടുത്ത കാലത്ത് ഞാനൊരു പാട്ടിൻ്റെ വരി കേട്ടു. ഇപ്പം ബദർ യുദ്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ കഥ കേട്ടു. ഈ അടുത്ത കാലത്ത് ഞാനൊരു സൂഫി ഗാനം കേട്ടു. ബദർ നമ്മുടെ സദറിലാദ്യം, ഞാൻ SSFന്റെ സാഹിത്യോത്സവം അത് ആചാര്യ കേൾക്കുന്നത്, ഏതോ ടീം പാടിയിട്ട് തടിപ്പറമ്പിൽ വെച്ച എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ബദർ നമ്മുടെ സദറിലാദ്യം നടക്കണം, ആ ബഹർ നീന്തിയിട്ടക്കരക്ക് കടക്കണം. ഇന്ന് ബദർ യുദ്ധം നടക്കേണ്ടത് നമ്മുടെ ശരീരത്തിലാണ്. സബറതെന്ന ശീലയാൽ കൊടികെട്ടണം, കിബിറതെന്ന അബൂജാഹിലിൻ തലവെട്ടണം. നമ്മുടെ ശരീരത്തിലെ കിബിറാണ് അബൂജാഹിൽ, അതിൻ്റെ തലയാണ് വെട്ടേണ്ടത്. ഇതൊക്കെ ചിന്തിപ്പിക്കുന്ന പാട്ടുകളാണ്. ആനയെ മെരുക്കുവാൻ കരുത്തനാണെന്നാലും ആനയെ തളയ്ക്കാഞ്ഞാൽ വിജയമുണ്ടോ? ആനയെ തളയ്ക്കുവാൻ കരുത്തനാണെന്നാലും ആനയെ തളയ്ക്കാഞ്ഞാൽ കാര്യമുണ്ടോ? ആനയെ തളയ്ക്കാൻ നമുക്ക് കഴിവൊക്കെ ഉണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ദുർമോഹങ്ങളെ തളയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ലോകം നമ്മുടെ മുമ്പിലുണ്ട്. കാണിക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും കാര്യങ്ങളില്ലെന്നത് ഓർത്തിടുന്നോ? കാണിക്കാനേ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഒരു കാര്യമില്ലാതെ കാര്യങ്ങളായി കാണും. അപ്പൊ ഇങ്ങനെയുള്ള വരികളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സജീവമായി മത്സരത്തിലൊക്കെ പങ്കെടുക്കുക, നല്ല ഇടപെടലുകൾ നടത്തുക, സർഗാത്മക വഴിയിൽ പുതിയൊരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മുടെ പാരമ്പര്യം മലയാള ഭാഷയോടൊപ്പമുള്ള പാരമ്പര്യമാണ്. ഭാഷാപിതാവിൻ്റെ കാലം തന്നെ നമ്മൾ സർഗാത്മക വഴിയിലൂടെ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്താണ് മഹാന്മാരായ ആളുകളൊക്കെ ഈ വഴിയിൽ സഞ്ചരിച്ചത്. പാട്ടെഴുതിൻ്റെ പേരിൽ ജയിലിൽ പോയ കവികളൊക്കെ ഉണ്ട്. ജന്നാത്തുൽ ഫിർദൗസിലിരിക്കും ക്ഷേമക്കിരീടരാകി 313 മുർസലീങ്ങളെ ശിക്ഷയിൽ ഉൾപ്പെട്ടുങ്കള മുഹിയുദ്ദീൻ ജയിലിൽ കിടന്നിട്ട് വിളിത്തിടും സങ്കടമുക്ക് നിവൃത്തി മാങ്കളേ. ജയിലിൽ നിന്ന് കാടായിക്കൽ മൊയ്തീൻ കുട്ടിയാജി, അദ്ദേഹം സൂഫിവര്യനായിരുന്നു. അദ്ദേഹം ജയിലിൽ പോയി. ശിക്ഷ വിലങ്ങിച്ചെന്നെ വിടുത്തി താരാൻ ഉങ്ങളെ പേര് വിളുത്തി മലങ്കവൻ എൻ വിളി കേളും ജയില സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയതാണ്.
അപ്പൊ അങ്ങനെ ഭരണാധികാരികളെ സോപ്പിട്ടല്ല സുഖിപ്പിച്ചല്ല അവര് പാട്ട് എഴുതിയത്, മനുഷ്യരുടെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് സമൂഹത്തിലെ വിഷയങ്ങൾ ഇടപെടാൻ നിങ്ങൾക്ക് സാധിക്കണം, മനുഷ്യനോട് സംസാരിക്കാൻ സാധിക്കണം. അതായിരിക്കണം നിങ്ങളുടെ ഈ ഫെസ്റ്റ് മുന്നോട്ട് വെക്കുന്ന സന്ദേശം. അതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫൈസൽ സാർക്കുള്ള ആർട്ട് സ്റ്റൈൽ സ്നേഹോപഹാരം കൈമാറുന്നു. ജബ്ബാർ ഹാർദവമായി ക്ഷണിക്കുന്നു.